അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് മുതിരപ്പായസമാണ്. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, കർക്കിടകത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് മുതിരപ്പായസം എന്ന്. അപ്പോൾ നമുക്ക് മുതിരപ്പായസം തയ്യാറാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് മുതിരയാണ് ഞാനിവിടെ എടുത്തത്. ആവശ്യത്തിന് വെല്ലം, ജീരകം, 2 ഏലക്ക, നെയ്യ്, തേങ്ങ. ഇതൊക്കെയാണ് മുതിരപ്പായസം തയ്യാറാക്കാൻ ആവശ്യമായ സാധനങ്ങൾ. ഇനി നമുക്ക് മുതിര ഒന്ന് കുക്കറിൽ നന്നായി വേവിച്ചെടുക്കാം. അപ്പം ഞാൻ നമ്മുടെ മുതിര ഇവിടെ കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഇത് രാവിലെ വെള്ളത്തിലിട്ട് വെച്ചതാണ്. നിങ്ങൾക്കറിയാമല്ലോ മുതിരയ്ക്ക് നല്ല വേവുള്ള കാര്യം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതിന് ഒരു 5-6 മണിക്കൂർ മുമ്പെങ്കിലും വെള്ളത്തിലിട്ട് വെച്ചാലേ നമ്മൾ ആവശ്യത്തിനുള്ള വേവ് കിട്ടുള്ളൂ. ഇനി നമുക്കിത് നന്നായി ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ മുതിര വേവുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെല്ലം ഉരുക്കിയെടുക്കാം. ഇത് നേരത്തെ കാണിച്ച വെല്ലാണ്, അതിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തത്. നമ്മുടെ നാട്ടിൽ കാണുന്ന വെല്ലത്തിൻ്റെ ഒരു 3-4 ആണി കാണും ഇത്. ഓരോരുത്തരുടെ ഇഷ്ടം പോലെ മധുരം കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കാൻ പോവുകയാണ്. നമ്മുടെ വെല്ലം ഏകദേശം ഇവിടെ ഉരുക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പം ഞാൻ നമ്മുടെ മുതിര ഇവിടെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 6 വിസിലാണ് ഞാൻ ചെയ്തത്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം, വെന്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കാം. നമ്മുടെ മുതിര ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യം, ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അപ്പം നമുക്ക് ഇനി ഇതിലേക്ക് വെല്ലം ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ മുതിരയിലുണ്ടായിരുന്ന വെള്ളം കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം വെല്ലം ഉരുക്കിയത് നമ്മളിതിൽ ചേർക്കുന്നുണ്ടല്ലോ, കൂടുതൽ വെള്ളം ആയിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് മാറ്റി വെച്ചത്. ഞാനിതൊന്ന് ചൂടാകാൻ വേണ്ടി സ്റ്റൗ ഒന്നും കൂടെ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് നേരത്തെ ചിരകി വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. ജീരകവും ഏലക്കായും, അതേപോലെ നെയ്യ്. ഈ മുതിരയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്ത്രീകൾക്കൊക്കെ പീരീഡ്സൊക്കെ ആവാൻ ലേറ്റ് ആവുമല്ലോ. അപ്പോൾ ആ സമയത്ത് ഇത് കഴിച്ചാൽ പെട്ടെന്ന് ആവും. അപ്പം നമ്മുടെ മുതിരപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. അപ്പം ഞാൻ നമ്മുടെ മുതിരപ്പായസം ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മഴക്കാലമൊക്കെ അല്ലേ, ഈ മഴക്കാലത്ത് ഈ ചൂട് പായസം കുടിക്കാനൊക്കെ നല്ല രസമായിരിക്കും. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യുക. താങ്ക്